ഇവളുമാർ എന്നെ കൊല്ലാൻ വന്നേക്കണേ. ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ മമ്മി തന്നെ ചലഞ്ചിൽ ഇരിക്കണം എന്നും പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇതായത്. നമുക്ക് ഐസ്ക്രീം ഉണ്ട്. അതുണ്ട് മുളക് പൊടി. അതിന്റെ പേരില് ഇത് എരിവാണ്. അതിന്റെ മേളില് വീണ്ടും മുളക് പൊടി, നല്ല എരിയുള്ള മുളക് പൊടി, നാരങ്ങ. ഒരു ഐസ്ക്രീം നല്ല ടെൻഡർ കോക്കനട്ട്. ഇത് എനിക്ക് വേണം കേട്ടോ. ഞാൻ ജയിക്കും. പക്ഷെ ഉണങ്ങിപ്പോയി. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. മമ്മി അപ്പൂനെ ജയിപ്പിച്ചു കൊടുക്കരുത്. അമ്മ അപ്പു വിട്ടു കൊടുക്കുന്നില്ല ഗൈസ്. അപ്പു വിട്ടു കൊടുക്കുന്നില്ല. അപ്പുന് വയ്യ നാരങ്ങ തിന്നാൻ ഗൈസ്. പതുക്കെ തിന്നാലിപ്പോ. വെള്ളം കുടിക്കാൻ പാടില്ല. അയ്യോ നല്ല എരിവുണ്ട് കൂടു. നീ എന്തിനു മേളിലെ മറ്റേ ഇതിട്ട് കോരിയിട്ട് നിന്നൊരു കൂടു? ഭംഗിക്ക് വേണ്ടിയിട്ടില്ല, ഞങ്ങളെ എരിച്ച് കൊല്ലാൻ വേണ്ടിട്ടല്ലേ. അമ്മ ഞാൻ തിന്നൂറ്റി പേര് കുറഞ്ഞു. അപ്പൊ ഞാൻ മമ്മിക്ക് പറ്റുന്ന മമ്മി ഐസ്ക്രീം വേണമെങ്കിൽ അമ്മ തിന്നു, അല്ലെങ്കിൽ മമ്മി ഐസ്ക്രീം കിട്ടില്ല. ഈ നാരങ്ങയുണ്ട്. അമ്മ അപ്പു വിട്ടു കൊടുക്കുന്നില്ല. നീ എനിക്ക് കൂടുതൽ തന്നെ. അമ്മ അങ്ങനെയൊന്നുമില്ല. ഞാൻ കറക്റ്റ് അളവിനാ തിന്നിട്ട്. ഞാൻ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ അപ്പൂരെയും കൂടുതൽ കൊടുക്കുള്ളൂ. അത് അപ്പൂര് പരത്തിട്ടുണ്ട് കുറവ് പോലെ തോന്നേ. ഇല്ല, നീ എന്നെ മനഃപൂർവ്വം നിന്റെ അനിയത്തിന് രക്ഷിക്കാൻ വേണ്ടിട്ട് എനിക്ക് കൂടുതൽ. ഞാൻ എല്ലാവർക്കും തുല്യ അളവിനാണ്. ആക്രാന്തം. ഞാൻ കഴിക്കില്ല. പെട്ടെന്നില്ലേ ഒരു ടൈമർ അല്ല അത് ടൈമർ ഒക്കെ ഞാൻ വിചാരിച്ചു ആദ്യം ആരാടോ ഇതൊന്നും ഞങ്ങൾ നൂഡിൽസ് തിന്നാറില്ല. ഒരു പീസിന് 4 പാക്കറ്റ് അപ്പൂനെ ഏകദേശം തയ്യാറായി. ഒരു പാക്കറ്റ് ഇട്ടാ മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുള്ളൂ. അമ്മ അങ്ങനെ അമ്മ അപ്പൂന് ജയിപ്പിച്ചു കൊടുക്കരുത്. അമ്മ അവിടെ തിന്നേ. ഞാൻ കുറച്ച് വീശി തരാം അമ്മ. ഏറ്റുമുട്ടലാണ്. പോരാട്ടമാണ്. എടി ദുഷ്ടി. അപ്പൂസേ, അടുത്ത പ്രാവശ്യം നമുക്ക് കുടുവിനെ പൊരിക്കാം. എനിക്കൊന്നും അപ്പു ജയിക്കുന്നു. നീ ആയിരിക്കും തിന്നാൻ വേണ്ടിട്ടല്ലേ. കണ്ണൊന്നും കാണുന്നില്ല. തലയറങ്ങണമ്മ. കുടു എനിക്ക് ഒരെണ്ണിട്ട പോരാർന്നോ? സാരല്ലടോ, സാരല്ല കഴിച്ചു. ഈ നാരങ്ങ വേണ്ടാന്ന് വിചാരിച്ചു തിന്നോ.
അപ്പൊ ജയിച്ചാലും തൊട്ടാലും എനിക്കൊന്നുമില്ല. എനിക്ക് സന്തോഷം കരണ്ടപ്പോ സാരില്ല സാരില്ല. നിനക്കിരിക്കാൻ പാടായിരുന്നോ? അയ്യോ ഞാനില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഞാനില്ല. നല്ല ചൂടും കൂടി തീർന്ന്. അപ്പു അയ്യോ അപ്പൂര് സാങ്കേതിക തകരാറുകൾ വന്നു തുടങ്ങിയല്ലോ. അപ്പൊ വെള്ളം എടുക്കട്ടെ, വെള്ളം എടുക്കട്ടെ, വെള്ളം എടുക്കട്ടെ, വെള്ളം എടുക്കട്ടെ. എന്തായാലും ഞാൻ എനിക്ക് ഇത്ര ഉള്ളു. പ്ലേറ്റ് തുപ്പി. ഞാൻ കൊച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പൊ തുപ്പിട്ട് തന്നെ. അപ്പൊ കണ്ടിന്യൂ അത്ര സമയം നമുക്ക് കിട്ടാൻ. എന്നെ കൊണ്ട് പറ്റണ്ടേ? ഓ അപ്പോ ചീഞ്ഞ അപ്പോ പ്ലേറ്റ് തുപ്പി. ഞാൻ ഈ സൈഡിലെ തുപ്പിയ. പെണ്ണെങ്കിൽ തിന്നണ്ട പുസ്തേ, ഞാൻ തിന്നോളാം. ഐസ്ക്രീം വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ തിന്നണം, തിന്നണം. എനിക്ക് ഐസ്ക്രീം വേണ്ട, വേണ്ട. അയ്യോ ഗൈസ്, മമ്മി സാങ്കേതിക തകരാറ് കാണാൻ നിർത്തി. ഇനി അടുത്ത് നമുക്ക് ഇവിടെ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഞാൻ എന്തായാലും ജയിച്ച. കൂടുതൽ ആരാ തിന്നേക്കണം ഗൈസ്? മമ്മി ഇത്രയും തിന്നു, അപ്പൊ ഇത്രയും തിന്നു. ഞാനാ എനിക്ക് തോന്നണം മമ്മിയാണെന്ന്. മമ്മിയുടെ ഇത്ര ഉണ്ട്. വിന്നർ അപ്പാണ് ഗൈസ് വിന്നർ. എന്റെ മേത്തേക്ക് ന്യൂസിലായി. അയ്യോ മമ്മി നാരക തിന്നാൻ പോവുകയായിരുന്നു. ഒരെണ്ണ തിന്നുള്ളൂ. ഓർമ്മ ഞാൻ ഷോക്ക് വെച്ചതാ. അതെ ഐസ്ക്രീം എടുത്തോണ്ട് എടുത്തോണ്ട് വരാം. എടി ദുഷ്ടി. അപ്പൊ ഞാൻ പോയി എടുത്തോണ്ട് വരാം. അപ്പൊ തോറ്റാക്ക് പണിഷ്മെന്റും ജയിച്ചാക്ക് ഐസ്ക്രീം നമ്മൾ കൊടുത്തിട്ടുണ്ട്. മമ്മി തിന്നോ? എക്സ്പ്രഷൻ പാടില്ലേ? കുഴപ്പമില്ല, നമുക്ക് പറ്റില്ല. അമ്മ എക്സ്പ്രഷൻ പാടില്ല, അങ്ങനെയല്ല. മുഴുവനായിട്ട് വായിലിട്ട് ശേഷം. എന്നാലും ഇത് കുറച്ച് കൂടി പോയിട്ടോ. എന്തൊന്നാ മുളക് പൊടി ഇട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഞാനൊരു ഇതിനിട്ടതല്ലേ സാറില്ല. എന്തൊരു എക്സ്പ്രഷൻ അമ്മക്ക് എക്സ്പ്രഷൻ അമ്മ കരയണോ? അയ്യോ വല്ല സ്പൈസി ഇല്ലാത്ത ചലഞ്ച് ആയിരിക്കും ഇനി വരാൻ പോണെ. അതിന്റെ സ്മെല്ല് ഇവിടം വരെ അടിക്കണേ. അയ്യോ തോട് തിന്നിട്ടുണ്ട്, തോട് കുത്തിട്ടുണ്ട്. പാവം തോടും തിന്നു വിചാരിച്ചു. മമ്മിനോട് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം മമ്മി എന്താണ് പറയാനുള്ളത്? ഇനി ഇതുപോലത്തെ ഒരു ചലഞ്ച് വരില്ല, വല്ല സ്പൈസി ഇല്ലാത്ത ചലഞ്ച് ആയിരിക്കും വരാം. മമ്മി നമുക്ക് കൂടെ വെള്ളം എനിക്ക് ഇത് കഴിച്ചപ്പോ തന്നെ കണ്ണീനും മൂക്കീനും ഹാവൂ എരിവിന്റെ കൂടെ കയ്പും പുളിയും കൂടെ ആയപ്പോ ഹാ സൂപ്പർ. ഔ ഞാനില്ല. ഇനി കൂടുമായിരിക്കും വരാൻ പോണേ. ഇനി ഞങ്ങൾ കുടൂന് അടുത്ത ചലഞ്ചിലേക്ക് കൂടുമായിരിക്കും. എരിവില്ലാത്ത ചലഞ്ച് ആയിരിക്കും ഇനി വരാൻ പോണത്. അപ്പൊ എനിക്ക് പറ്റത്തില്ല. കയ്പ് പിന്നെ സഹിക്കാം. അത് തോറ്റാലും കുഴപ്പമില്ല മമ്മിക്ക്.
അത് ഞങ്ങൾ അനുഭവിച്ച് നോക്കണായിരുന്നു. പപ്പ ഇങ്ങനെ കടിച്ചു പിടിച്ചിരുന്നു. പപ്പ എന്താ എരിഞ്ഞിട്ട് വേർത്ത്. പക്ഷെ പപ്പയ്ക്ക് എരിവ് അങ്ങനെ പുറത്തോട്ട് വരില്ല, പക്ഷെ വേർത്തു പപ്പ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ മേടിക്കണം. അടുത്ത ചലഞ്ചിൽ എന്തായാലും ഞാൻ ഐസ്ക്രീം എനിക്ക് കുറച്ച് അടുത്ത ചലഞ്ചിൽ എന്തായാലും കുടു ഇരിക്കുന്നതായിരിക്കും. അമ്മയുടെ പാവം മോന്ത കണ്ടു പിന്നെ മനസ്സിലാക്കി ഞാൻ ഐസ്ക്രീം കഴിക്കട്ടെ. ബൈ എല്ലാവരും ബൈ.